നമ്മുടെ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ഉയർന്നു വന്നു. അത്തരം ആശങ്കകൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഇപ്പം തന്നെ ഇത് നടപ്പാക്കണം എന്നൊരു വാശി പിടിക്കേണ്ടതില്ല എന്നതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ ഘട്ടത്തിൽ അത് തുടരേണ്ടതില്ല എന്ന നിലപാട് എടുക്കുന്നത്. അല്ല, ഇത് നമ്മൾ കാണേണ്ടത്, ഞങ്ങൾ എല്ലാ കാലത്തും ഈ മലയോര നിവാസികളുടെ ആ ജനതയുടെ കൂടെയാണല്ലോ നിന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അവർക്കൊരു വല്ലാത്ത ആശങ്കയുണ്ടാകുമ്പോൾ ആ ആശങ്ക ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നാണ് നേരത്തെ വനമന്ത്രി പറഞ്ഞതെങ്കിലും തൽക്കാലം ഈ നിയമം തന്നെ വേണ്ട എന്ന് വെക്കുന്നതാണ് നല്ലത് എന്നൊരു നിലപാടിലേക്ക് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം നമ്മുടെ സംസ്ഥാനത്ത് ഈ രീതിയിലുള്ള ഒരു നീക്കവും ആ ജനങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല എന്ന് വ്യക്തമാക്കൽ തന്നെയാണ്. ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വനവുമായി ബന്ധപ്പെട്ട രീതിയിൽ നടപ്പാക്കാനാവില്ലല്ലോ. ഇപ്പോൾ ബഫർ സോൺ, നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനത്ത് ബഫർ സോൺ പ്രായോഗികമല്ല എന്ന് നമുക്കെല്ലാവർക്കും അഭിപ്രായമില്ലേ? അത് സംസ്ഥാന സർക്കാരിനും അഭിപ്രായമില്ലേ? പക്ഷേ കേന്ദ്ര നിയമമല്ലേ, കേന്ദ്രമല്ലേ ഒരു നിലപാടെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതാണ് പ്രധാന തടസ്സമായിട്ട് വരുന്ന കാര്യം. PV അൻവർ രാജിവെക്കാനുള്ള കാരണമായി പറഞ്ഞത് തന്നെ വനനിയമ ഭേദഗതിയും അതിനെ ചുറ്റുള്ള പ്രശ്നങ്ങളുമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് ആയിട്ടൊക്കെ വരുമത്. കഴിഞ്ഞ മാർച്ചിലാണ് നമ്മുടെ മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി നമ്മൾ പ്രഖ്യാപിച്ചത്. അതിനുശേഷം അതിന്റെ ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും അത് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിതരണം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതിലെന്തെങ്കിലും തടസ്സമുള്ളതാണോ? എന്താണത് അറിയാം. അല്ല, ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ഒരു ചെറിയ തുക മാത്രമാണ്. അത് കാലാനുസൃതമായി മാറ്റണം എന്ന് തന്നെയാണ് പൊതുവിൽ ജനങ്ങൾക്കും അഭിപ്രായം, ഞങ്ങൾക്കുള്ള അഭിപ്രായം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതെല്ലാം പലരും ആഗ്രഹിക്കുന്നൊരു കാര്യമല്ലേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നിങ്ങൾ തന്നെ വ്യാഖ്യാനിക്കുന്നതല്ലേ, ഞാനൊരു മറുപടി പറയുന്നതല്ല നല്ലത്. ഏത് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഒരു നീക്കവും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതൊക്കെ ഇത്രയും കാലത്തെ അവസ്ഥ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എന്തും പറയാവുന്ന ഒരു നില ഉണ്ട് എന്നുള്ളത്. നിയമസഭയിൽ രേഖാമൂലം ഉന്നയിച്ച ഒരു അഴിമതി ആരോപണം അത് അങ്ങയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എഴുതി നൽകുകയും അത് അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് മാത്രം ചെയ്തതാണെന്നും അതിൽ നിരുപാധികം മാപ്പ് ചോദിക്കുകയാണെന്നും അദ്ദേഹം PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു ഇടപെടൽ അങ്ങയുടെ ഓഫീസിൽ? എൻ്റെ ഓഫീസ് ആ തരത്തിൽ ഇടപെടുന്നൊരു ഓഫീസല്ല. ഓഫീസിലുള്ള ആരും അങ്ങനെ ഇടപെട്ടതിൻ്റെ ഭാഗമായി ഈ പറയുന്ന വ്യക്തി അന്നത്തെ നിയമസഭയിൽ ഉന്നയിച്ചതുമല്ല. ആ നിയമസഭയിൽ ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കേണ്ടതായിട്ടില്ല. പക്ഷേ അതിൽ ഇന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി മാപ്പ് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും. അതിന് സഹായകരമാകുമെങ്കിൽ നടക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങളെയും എൻ്റെ ഓഫീസിനെയും ഉപയോഗിക്കേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏത് അന്വേഷണം?
അപ്പോൾ പി ശശി തന്നെയാണ് ഈ പിന്നെ ഇയാൾ ഉപദേശിച്ചതെന്ന് പിന്നെ പറയുന്നു അല്ലേ? അതാണ് അത് നിങ്ങൾ തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയാൽ മതി. എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനതൊന്നും പറയുന്നതല്ല നല്ലത്. അതിൽ ഒരു ഭാഗം ഞാൻ മത്സരിക്കുന്നു എന്നുള്ളതല്ലേ, അത് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. ഇനി അഥവാ അത് ശരി. അല്ല, ഞാൻ മത്സരിക്കണ്ടേ തീരുമാനിക്കേണ്ടത് അൻവറല്ലല്ലോ. അതിലൊന്നും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിനൊക്കെ പാർട്ടിക്ക് നിയതമായൊരു നിലപാടുണ്ട്. ആ നിലപാട് ഉചിതമായ സമയത്ത് പാർട്ടി വ്യക്തമായിക്കൊള്ളൂ. അല്ല, അത് നിങ്ങൾ തന്നെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അതിൽ ഞാനൊരു അഭിപ്രായം പറയുന്നതല്ല ശരി. ഇപ്പം അദ്ദേഹം വ്യക്തമായൊരു നിലപാട് സ്വീകരിച്ച് പോവുകയാണല്ലോ. പക്ഷേ അദ്ദേഹം വന്ന വരവ്, ആ വരവിന് ശേഷം ഞങ്ങളുടെ കൂടെ നിന്നത്, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കാലത്ത് ഈ സമൂഹത്തിൽ നിങ്ങൾ തന്നെ പലരും ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉയർന്നു വന്ന കാര്യങ്ങൾ, അതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെ കാര്യങ്ങൾ വിലയിരുത്തിയാൽ മതി. ഞാൻ പറയുന്നതല്ലല്ലോ ശരി. ഞാൻ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല.